നമസ്കാരം. മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയുടെ അവസാന ഘട്ടം ഫലം പുറത്തുവരുമ്പോൾ പ്രകടമാകുന്നത് UDF തരംഗമാണ്. UDF 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ വെറും 6 സീറ്റുകളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. മറുനാടൻ സർവേ ഫലത്തിലെ 4ാം ഘട്ടം പുറത്തുവിടുമ്പോൾ അവസാന 5 സീറ്റുകളിൽ 3ഇടത്ത് UDFും 2ഇടത്ത് LDFനുമാണ് മുൻതൂക്കം. ആറ്റിങ്ങലിൽ 4% വോട്ടിനാണ് സിറ്റിംഗ് MPയും ഇടതു സ്ഥാനാർത്ഥിയുമായ A സമ്പത്തിന്റെ ലീഡ്. ഇവിടെ 22% വോട്ട് പിടിക്കുന്ന BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും മികച്ച പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. സംസ്ഥാനത്തു തന്നെ ഇടതുപക്ഷം ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. സിറ്റിംഗ് MP A സമ്പത്തിന് ഒരു ടൈം കൂടി നൽകാൻ CPM തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ ജനകീയത മുൻനിർത്തി തന്നെയായിരുന്നു. ആ പ്രതീക്ഷ സമ്പത്ത് നിലനിർത്തുന്നുവെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സൂചകങ്ങളാണ് സർവേയിലും കാണുന്നത്. LDF സ്ഥാനാർത്ഥി സമ്പത്തിന് 39% വോട്ടുകൾ കിട്ടുമ്പോൾ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് 35% ലഭിക്കുന്നത്. പക്ഷേ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇവിടെ 22% വോട്ട് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു. BJP പിടിക്കുന്ന വോട്ടുകൾ LDFനെയും UDFനെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. 1ാം ഘട്ട സർവേയിലെ NDAയുടെ 17% 22% ഉയർന്നപ്പോൾ LDF വോട്ട് 40-ൽ നിന്ന് 39-ലേക്കും UDF വോട്ട് 36-ൽ നിന്ന് 35-ലേക്കും കുറയുകയാണ്. ശബരിമല സമരം BJPക്ക് ഗുണം ചെയ്തു എന്ന് തന്നെയാണ് ആറ്റിങ്ങലിലെ സർവേ സൂചകങ്ങൾ വ്യക്തമാക്കുന്നത്. 2014-ൽ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയെ 69,378 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിനാണ് CPM സ്ഥാനാർത്ഥി A സമ്പത്ത് പരാജയപ്പെടുത്തിയത്. 1996-ൽ പഴയ ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ തലേക്കുന്നിൽ ബഷീറിനെ തോൽപ്പിച്ചാണ് സമ്പത്ത് ആദ്യമായി ലോക്സഭയിലെത്തിയത്. ആറ്റിങ്ങൽ എന്ന് പേരുമാറിയ മണ്ഡലത്തിൽ നിന്ന് 2009-ലും സമ്പത്ത് വിജയിച്ചു. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സമ്പത്ത് തിളങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലം. ആറ്റിങ്ങലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതിന് അനുകൂലമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് എന്നത് ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP താരതമ്യേന വോട്ട് ശതമാനം എല്ലാ മണ്ഡലത്തിലും ഉയർത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.